ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയത് നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് മീനുക്കുട്ടിക്ക് ചെറിയ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. സമൂഹത്തിൽ ചർച്ച ചെയ്യാനും പരിഹരിക്കപ്പെടാനും എല്ലാ മേഖലകളിലും ബാക്കിയുള്ളവരെ പോലെ തന്നെ അവരുടെ അവകാശങ്ങളും ക്ഷേമത്തെയും സംരക്ഷിക്കപ്പെടുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ഭിന്നശേഷി വാരാചരണമായി സമഗ്ര ശിക്ഷ കേരളം വിയാസ് നെടുമങ്ങാടിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ ലോക ഭിന്നശേഷി വാരാചരണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളുകളെല്ലാം ചിത്രരചനാ മത്സരം, പോസ്റ്റർ മത്സരം, ഒത്തിരി ഇങ്ങനെ ഇതുമായിട്ടനുബന്ധിച്ച് കുറേയേറെ മത്സരങ്ങൾ നമ്മൾ സ്കൂളുകൾ നടത്തിയതിന്റെ അവസാന ദിവസമായിട്ട് ഇന്ന് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ സബ് ജില്ലയിലെ എല്ലാ സ്കൂളിലെയും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടി ആഘോഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അധ്യക്ഷനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ടീച്ചേഴ്സ് നെടുമങ്ങാട് സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ രജി അവരുടെ സാധനം ക്ഷണിച്ചുകൊള്ളും. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുഞ്ഞുങ്ങളെ ക്ഷണിക്കുക. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലേശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ലേശ്വരൻ, എവിടെയാണീശ്വരന്റെ കൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല, എവിടെയാണീശ്വരന്റെ സുന്ദരാനനം, വെണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല, കണ്ടില്ല കണ്ടില്ല മോദിയോതി, കാണച്ചോല പോലുങ്ങിയോതി, കാണില്ല കാണില്ല മോദിയോതി, കിളികൾ പറന്നു പറന്നു പോയി, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ബുദ്ധിയുള്ളൊരു കാക്ക ഒരു സ്ഥലത്ത് ഒരു കാക്ക ഉണ്ടായിരുന്നു. പറന്ന് വന്ന കാക്ക മരക്കൊമ്പ് കാക്കയ്ക്ക് വെള്ളം തളിച്ചു. അങ്ങനെ കാക്ക ചുറ്റുപാട് നോക്കി, വളർത്ത് വെള്ളം കണ്ടിലെത്തി ദൂരേക്ക് നോക്കിയപ്പോ ഒരു കിണർ കണ്ടു. കിണറ്റിന്റെ അടുത്തേക്ക് പറന്ന് ചെന്ന് കാക്ക നോക്കിയപ്പോ കുടത്തിലേക്ക് തലയിട്ട് നോക്കി ചുറ്റിലുള്ള അങ്ങനെ കാക്കയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. തലയിൽ കുഞ്ഞു കുഞ്ഞു കല്ലെടുത്ത് കുടത്തിന്റെ അടുത്തേക്ക് അങ്ങനെ വെള്ളം പൊങ്ങി വന്ന് കാക്ക കുടിച്ചിട്ട് പറന്ന് എന്റെ കാര്യം എലിസായിലേക്ക് നമസ്കാരം. ആമയും മുയലുണ്ടായിരുന്നു. ആ ഒരു ദിവസം ഓട്ട മത്സരം വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ രോഗബാധിതയായിട്ട് ചികിത്സയിലാണ്. പല സമയത്തും സ്കൂളിൽ പോകാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കുന്നു. അവരുടെ അമ്മയാണ് പുറകെ ഇരിക്കുന്നത്. അങ്ങോട്ട് പോയി വാ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുൾ വീഡിയോ എടുത്തെങ്കിലും ഫുള്ള് ഞങ്ങൾ ഇട്ടില്ല. കൂടുതലും ഡാൻസ് ആയിരുന്നു, പാട്ട് അങ്ങനെയുള്ളപ്പം പാട്ട് ആ റെക്കോർഡും ഡാൻസിന്റെ പാട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നതും ഒരു ഗായികയാണ് കേട്ടോ. ഗാനമേളയിലൊക്കെ പാടാൻ പോകുന്ന ഒരു ഗായികയാണ് കേട്ടോ. അപ്പോൾ മോക്കും ചെറിയ എന്തൊക്കെ വിഷയമുണ്ട്. പക്ഷെ അത് പറയുന്നതും ആ മോക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല. മോളൊരു സെലിബ്രിറ്റിയും കൂടെയാണ്. മോള് ഗായികയാണ്, പാടുന്നുണ്ട് കേട്ടോ. പ്ലസ് 2 കഴിഞ്ഞല്ലേ, BRC പഠിച്ചു വന്ന് ഒരു നല്ല നിലയിലെത്തിയ ഒരു കുട്ടിയാണ്. മോളിപ്പോൾ +2 കഴിഞ്ഞ് അക്കൗണ്ടൻസിയാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. മോളും പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളുടെ ഉള്ളിൽ ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും. അത് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ തിരിച്ചറിയും. നമ്മൾ അതൊക്കെ വളർത്തിയെടുത്ത് അവരെ മുൻപന്തിയിലോട്ട് കൊണ്ടുവരണം. ആരും നമ്മൾ പിന്നിലോട്ട് തള്ളാൻ പാടില്ല. പിന്നിലോട്ടാവാതെ അവരൊരിക്കലും പിന്നിലോട്ടാവരുത്, എപ്പോഴും മുൻപിൽ തന്നെ വരണം. ഉള്ള കഴിവുകൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് കേട്ടോ മോള് ചെറിയൊരു മോളുടെ അനുഭവത്തിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി കേട്ടോ. പ്രോഗ്രാം ഞങ്ങൾ അറിയാമല്ലോ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് പാട്ട് ഉൾപ്പെടുത്തുന്നത്. നല്ല അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ. അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തല്ലേ. അതെ, നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ പരിധിയിൽ നിന്നാണ് അവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം ഇവരെ ഇത്രത്തോളം എന്താ പറയുക, പക്ഷേ ഇത് ട്രെയിൻ ചെയ്ത ആൾക്കാരെ സമ്മതിക്കണമല്ലേ. സ്പെഷ്യൽ ടീച്ചേഴ്സാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ എന്താ പരിശീലിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് എടുത്ത് അവർ ഇത്രയും രീതിയിലോട്ട് കൊണ്ടുവരുന്ന അവരുടെ സ്പെഷ്യൽ അധ്യാപകരാണ്. സപ്പോർട്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അതെ, ഒരുപാട് ആൾക്കാർ കാണാനുണ്ടായിരുന്നു. അവരാരും എണീറ്റ് പോയിട്ടുമില്ല. അതെ, ഈ കാണുന്ന കുട്ടികൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകളുള്ള കുട്ടികളായിരിക്കും കേട്ടോ. പക്ഷെ അവരെയും ഈ മോനെ കണ്ടോ, മോനെ അമ്മയാണ് ഏറ്റവും ബാക്കിൽ ഇരുന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അമ്മ അതേപോലെ അവിടെ കളിക്കുന്ന അതുപോലെ തന്നെയാണ് ഫ്രണ്ടില് മോനെ സ്റ്റേജിൽ കളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അവരുടേതായ പ്രോത്സാഹനമാണ് കേട്ടോ. പിന്നെ പ്രോത്സാഹനം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ കുറവുണ്ട്. അപ്പോൾ ആ കുറവ് അവർ നികത്തുന്നത് ഇങ്ങനെ അമ്മയാവാം, അച്ഛനാവാം, ചിലപ്പോൾ നമ്മുടെ BRC ടീച്ചേഴ്സ് ആവാം. അമ്മ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെച്ചത്. കാഴ്ച നിങ്ങൾക്കും കാണണമല്ലോ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന വേറൊന്നുമല്ല. നമ്മൾ ഈ ഇങ്ങനെയുള്ള നമ്മൾ കുറവുള്ള കുട്ടികൾക്ക് നമ്മളും കൂടെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ആ രീതിക്ക് ഉയർന്നു വരും. അത് ടീച്ചേഴ്സും അവിടെ വന്ന ഏകദേശമുള്ള എല്ലാ സെലിബ്രിറ്റീസും പറഞ്ഞത് അത് തന്നെയാണല്ലേ. അവർക്ക് അവരെ വീട്ടിനുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കാതെ നമ്മളവരെ പുറത്ത് കൊണ്ടുവരണം. നമ്മുടെ കുട്ടിക്ക് ഒരു കുറവുണ്ടെന്നുള്ളത് മറ്റുള്ളവരെന്ത് പറയും അല്ലെങ്കിൽ അവരെന്ത് കളിയാക്കും എന്നൊന്നും ചിന്തിക്കാതെ കുറവായിട്ട് തന്നെ നിൽക്കും. നമ്മളിപ്പോൾ കുറവുണ്ടെങ്കിൽ അത് ശരി, ഓക്കെ, അത് കുറവ് നമ്മൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതിയല്ലോ. മറ്റുള്ളവരെന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. കുട്ടികൾക്ക് ഏത് നിലയിൽ വരെ എത്തണോ ആ നിലയിലിട്ട് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ട പിന്തുണ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ. അവരുടെ ഇപ്പം നമ്മൾ നീ IAS ആവണം, നീ ഡോക്ടറാവണം, അങ്ങനെയല്ല പറയേണ്ടത്. മോളെ അല്ലെങ്കിൽ മോനെ നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്, അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവർ പറയുന്ന ആ ഫീൽഡിലോട്ട് വേണം അവരെ കൊണ്ടുപോകും. അതെ, ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാമിൽ നമ്മുടെ നെടുമങ്ങാട് നഗരസഭയിലുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ മാത്രമാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നഗരസഭയിലുള്ള കുട്ടികൾ. ഇതിന് കുട്ടികൾക്ക് വെച്ചിട്ടുള്ള മറ്റേ സ്പോർട്സ് ഇനങ്ങളെല്ലാം പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. അതിലൊക്കെ എന്താ കൊച്ചിയിൽ നടന്ന പ്രോഗ്രാമിൽ നമ്പർ 1 ആയിരുന്നു തിരുവനന്തപുരം ജില്ലയാണ്. അതെ, തിരുവനന്തപുരം ജില്ലയിൽ ആണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതിൽ നമ്മുടെ BRCയിലെ കുട്ടികളും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇവിടെ വന്ന സെലിബ്രിറ്റീസിൽ അവർ പറയുന്നുണ്ട്. സ്പോർട്സിലും എല്ലാ കുട്ടികളും നല്ല മുൻനിരയിൽ നിൽക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള ടാലന്റുകൾ വളർത്തിയെടുക്കുന്നത് ടീച്ചേഴ്സാണ് കേട്ടോ. അത് സ്പോർട്സിലായാലും ആർട്സിലായാലും എന്തായാലും ഇവർ പഠിക്കാൻ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കുള്ള അവരുടേതായ രീതിയിൽ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പാട്ടാണെങ്കിലും അതേപോലെ കഥയാണെങ്കിലും ഡാൻസ് ആണെങ്കിലും നമ്മുടെ ഇതിനകത്ത് ചെണ്ട മോനെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് അടിപൊളിയായിട്ടാണ് അത് അവരെ കൊണ്ട് പറ്റുന്നത്. ഇതിപ്പോൾ ഈ മോനെന്ന് പറയുമ്പോൾ പാട്ട് പാടി അങ്ങനെ പറഞ്ഞൊക്കെയാണ് UKG പഠിക്കുന്ന മോനാണ്. ടിയും ബഹളവും അവര് ഭയങ്കരമായിട്ട് ചിരിച്ചു. അതിന്റെ ഒരു ലോകമായിരുന്നു. അതെ,
പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ ടൗൺ ഹാളിൽ വെച്ചാണ് കേട്ടോ നടക്കുന്നത്, പ്രോഗ്രാം നടക്കുന്നത്. ഫുഡും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഉൾപ്പെടെ ചോറ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് പറയാതിരിക്കാൻ വയ്യ. സാമ്പാർ ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പാവയ്ക്ക കൊണ്ടാട്ടം, തോരൻ, ചിക്കൻ, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം തുടങ്ങി. അടുത്ത പ്രോഗ്രാം ഒരുപാടൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഒരേ അറേഞ്ച്മെന്റ് ഒരു ദിവസം ആ ഒരു ദിവസം 2:30, 2:45, പിന്നെ സമ്മേളനം എല്ലാം 3-3:30 ആ ഒരു ടൈമിൽ ടൈമെല്ലാം കഴിഞ്ഞായിരുന്നു. എല്ലാം അവരുടെ ആ അത് കറക്റ്റ് ആ ലെവലിലുള്ള പ്രോഗ്രാംസ് എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അത് ഡാൻസ് ആവട്ടെ, നമ്മുടെ നാടകം അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും അമ്മമാരും എൻ്റെ കുഞ്ഞിനെയും കൂടെ ഒന്ന് പാടിച്ചു എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേര് കൊടുക്കത്തുമ്പോൾ നേരത്തെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരും പാടണമെന്ന് തോന്നി, അങ്ങനെയുമുള്ള സാധ്യത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം വേണ്ടില്ല, പറ്റത്തില്ല, നിങ്ങളിപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും അവർ അതിൻ്റെതായ രീതിയിൽ സഹകരണം കൊടുക്കുന്നുണ്ട്. മീനുകുട്ടി 3 പ്രോഗ്രാമിലുണ്ടായിരുന്നല്ലേ? മീനുകുട്ടി ഒന്ന് ഫാൻസി ഡ്രസ്സ്, അത് ടീച്ചറെ തട്ടി നമ്മുടെ അപ്പോഴത്തെ തട്ടിക്കൂട്ടിയതാണ്. അതിൽ ഒരാൾ കറക്റ്റ് എത്താത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു ഉണ്ടായിരുന്നല്ലോ എന്തോ. അപ്പം അത് കഴിഞ്ഞിട്ട് അതായത് ഈ മോള് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഒറ്റ ഇതിൽ ഡാൻസ് കളിച്ചില്ലേ ആ മോള്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവാതിരയോട് കൂടി നമ്മുടെ ഇന്നത്തെ ഇവിടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ DPC ശ്രീ നജീബ് സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമിന് സമ്മാനദാനം വിതരണം ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ള IEDC ചുമതല വഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയുമുള്ള കലാപരിപാടികൾ അതുല്യ കൂടമലയ്ക്കൽ അതുല്യ ഗോത്രി നന്ദന ജിഗേറ്റ സമ്മാനം. അടുത്തായിട്ട് നന്ദനകുമാർ US ആറ്റികം, റാഷിദ് SN ഉടമലയ്ക്കൽ, US ആറ്റിങ്കോൾ, വിഷ്ണു DSC താനാട്, US എറണാട്, ആദ്യനാഥ് US എറണാട്. സമാധാനം നിർവഹിച്ച നമ്മുടെ ഈ സ്കൂളിലെ വ്യത്യസ്തമായ ആദരവ് സമാധാനം നിർവഹിക്കുന്നതിന് സൈബ അനൂപ്, അനൂപിയെ PHM KMHS പനൂർ അനൂപ്, അബിയ ഹാരിസ് GHS പടനാട് അബിയ ഹാരിസ്, എസ്പി PHM KMHS പനൂർ എസ്പി ഋഷഭി PHM KMHS പനൂർ, അക്ഷീര സത്യൻ ലൂതഗിരി UPS നായനാട് അക്ഷീര സത്യൻ, ആരോഡ് വർഗീസ് GHS മീനാഗർ, ആരോഡ് വർഗീസ് കൈലാസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.